മലപ്പുറം വാഴക്കാട് അനധികൃത മണൽക്കടത്ത് തടയാൻ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച നാട്ടുകാർ. രാത്രിയുടെ മറവിൽ ചാലിയാറിൽ നിന്ന് വ്യാപകമായി മണൽ കടത്തുന്നുവെന്നാണ് പരാതി. പുഴയോരം കരയിടിച്ചിൽ ഭീഷണി നേരിടുകയാണെന്നും പോലീസ് അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ പറയുന്നു. എളമരം കൂളിമാട് പാലങ്ങൾക്കിടയിലെ ഒരേ പ്രദേശത്ത് നിന്നും രാത്രിയുടെ മറവിൽ വ്യാപകമായി മണൽ കടത്തുന്നു എന്നാണ് പരാതി. ഓരോ ദിവസവും ഏതാണ്ട് 100 ലോഡോളം മണലാണ് കടത്തിക്കൊണ്ടുപോകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ ലേച്ചർ ലോഡിലാണ് ഒരു തോണിയിലെ മണൽ പോകുന്നത്. അങ്ങനെ 25 തോണി എന്ന് പറഞ്ഞാൽ 100 ലോഡ് മണൽ ഏതാണ്ട് എളമരം പാലത്തിൻ്റെ മേലെ കൊന്നാര് കടവിൻ്റെ താഴെയായിട്ട് 200 മീറ്റർ സ്ഥലത്ത് നിന്നാണ് ദിവസേന ഈ മണൽ വരുന്നത്. മണലെടുപ്പ് വ്യാപകമായതോടെ കരയിടിച്ചിൽ ഭീഷണിയും നേരിടുന്നതായി നാട്ടുകാർ പറയുന്നു. നേരത്തെ ഒരു 8 മീറ്റർ 10 മീറ്റർ കരയുണ്ടായിരുന്ന ഭാഗം ഇപ്പോൾ 2 മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. ഇത് മുഴുവൻ പുഴയിലേക്ക് ആർക്കും വന്നാൽ ഏത് പത്രക്കാരനാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ ആണെങ്കിലും റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയും ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഇല്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നിരവധി തവണ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും പരാതികൾ കൊടുത്തിരുന്നു. ഏറ്റവും അവസാനം CM വിത്ത് മീ എന്നുള്ള പരിപാടിയിൽ വരെ കൊടുത്തിട്ട് ഈ കിട്ടിയ മറുപടി പോലീസ് പട്രോളിംഗ് കൂടുതലാക്കിയിട്ടുണ്ട്. ചാലിയാറിൽ പോലീസിന്റെ നിരീക്ഷണ ബോട്ടുണ്ടെങ്കിലും വർഷങ്ങളായി കട്ടപ്പുറത്താണ്. പോലീസും റവന്യൂ അധികൃതരും അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആ ബോട്ട് സർവീസ് എത്രയും പെട്ടെന്ന് പ്രവർത്തന സജ്ജമാക്കുക. പോലീസിന്റെ പെട്രോളിംഗ് വാഴക്കാട് പോലീസ്, മാവൂർ പോലീസ്, മുക്കം പോലീസ്, അരീക്കോട് പോലീസ്, ഈ 4 പോലീസ് സ്റ്റേഷനിലെയും പോലീസുകാരെ പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെങ്കിൽ മണൽ മാഫിയക്കാരെ അമർ ചെയ്യാൻ കഴിയും. വിഷയത്തിൽ അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ നാട്ടുകാർ നേരിട്ടിറങ്ങി മണൽക്കടത്ത് തടയാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ജനകീയ കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം പോലീസിന് മണൽക്കടത്ത് സംഘത്തെ പിടികൂടാൻ നിലവിൽ സംവിധാനങ്ങൾ കുറവാണെന്നും പോലീസിനെ വീക്ഷിക്കാനായി പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ പോലീസ് എത്തുമ്പോഴേക്കും മണൽക്കടത്ത് സംഘങ്ങൾ രക്ഷപ്പെടുകയാണെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മീഡിയ 1 മലപ്പുറം.